സന്യാസിയായ നാരായണ ഗുരു എന്തിനാണ് ഫാക്ടറി തുടങ്ങണമെന്ന് ചോദിച്ചാൽ, ഫാക്ടറി എന്നത് ഒരു പുതിയ തൊഴിൽ വ്യവസ്ഥയാണ്. ആ തൊഴിൽ വ്യവസ്ഥയ്ക്കകത്ത് ജാതിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനം. ഒരാൾ ബ്രാഹ്മണനാണ്, ഒരാൾ ഈഴവനാണ് എന്നത് ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടുപോകുന്ന മുതലാളിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഫാക്ടറി എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതോടുകൂടി കുലത്തൊഴിലുകളില്ലാതായിത്തീരും. കുലത്തൊഴിലുകളില്ലാതായിത്തീരുക എന്നത് ജാതി ഇല്ലാതായിത്തീരുന്നതിൽ പ്രധാനമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർക്ക് അറിയാമായിരുന്നു. ശാസ്ത്രത്തെ മറക്കുന്ന ഫാസിസം, EMSന്റെ ലോകം എന്ന സെമിനാറിൽ ഡോക്ടർ അനിൽ ചേലമ്പ്ര അവതരിപ്പിച്ച ഈ വിഷയം സംഘപരിവാർ നമ്മുടെ പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ഗൂഢനീക്കങ്ങളുടെ ഈ കാലത്ത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്ത ഡോക്ടർ അനിൽ ചേലമ്പ്രയുടെ മറ്റൊരു പ്രഭാഷണം ഇതിനോടകം കണ്ടത് 4 ലക്ഷത്തിലധികം പേരാണ്. തനിക്ക് ലഭിക്കുന്ന വിഷയം സദസ്സിനെ മുഷിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനാവും. ഒരു ഭാഗത്ത് ലാഭക്കൊതിമൂത്ത മുതലാളിത്തം സയൻസിനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സംഘപരിവാർ സർക്കാർ സയൻസിനെയും അന്ധവിശ്വാസങ്ങളെയും സമന്വയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നെഹ്റുവിന്റെ കാലം തൊട്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് സയൻസിനെ മനുഷ്യ പുരോഗതിക്കും ശാസ്ത്ര പുരോഗതിക്കും വേണ്ടി ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സയൻസ് എന്നത് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട വ്യവഹാരങ്ങളിലൊന്നായി മാറുന്നത് 19-20 നൂറ്റാണ്ടുകളോടുകൂടിയാണ്. ആ സ്വാധീനം 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നിർമ്മിത ബുദ്ധിയെപ്പറ്റിയും ജനിതക ശാസ്ത്രത്തിലെ അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ അനുദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സയൻസിനെ കൈപ്പിടിയിലൊതുക്കി പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിൻ്റെ വളർച്ച ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഒരു വഴിയിൽ സയൻസ് പുരോഗമിക്കുമ്പോൾ തന്നെ മറ്റൊരു വഴിയിൽ പ്രകൃതിയെ കടന്നാക്രമിക്കുന്ന മുതലാളിത്ത വികസനത്തിൻ്റെ വഴികളും ുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാമാരിക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മഹാദുരന്തങ്ങൾ എന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സയൻസ് എന്ന് പറയുന്നത് മനുഷ്യനെ സഹായിക്കാനും മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കാനും വേണ്ടിയാണ് രൂപപ്പെട്ടതെങ്കിൽ ഇന്ന് പലപ്പോഴും മനുഷ്യൻ്റെ ശത്രുവായി സയൻസ് വളരുന്നതാണ് നാം കാണുന്നത്. കാരണം സയൻസ് ഇന്ന് മുതലാളിത്തത്തിൻ്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ്, ഉപാധിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് സയൻസിൻ്റെ മുകളിലുള്ള ഉടമസ്ഥത ജനങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാലത്ത് മാത്രമേ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥിതി സമത്വ സമൂഹത്തിനു വേണ്ടി സയൻസിനെ പ്രയോജനപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വർഗസമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നമ്മെപ്പോലെ ചിന്തിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി വരുന്നത്. അതോടൊപ്പം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റൊരു പ്രതിസന്ധി കൂടി കടന്നു വന്നിട്ടുണ്ട്. സയൻസ് മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണത്തിന് പകരം സയൻസ് വികസിച്ചു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രാചീന സമൂഹത്തിൻ്റെ ലോകവീക്ഷണത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയിലെ
അമിതാധികാര സ്വഭാവമുള്ള ഭരണകൂടം കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് സവിശേഷമായി ഏറ്റെടുക്കേണ്ട ഒരു പ്രതിസന്ധിയാണ്. 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന ആധുനിക സയൻസിൻ്റെ ലോകവീക്ഷണത്തിനു പകരം ഇരുണ്ട യുഗമെന്ന് നാം വിളിക്കുന്ന മധ്യകാല യുഗത്തിൻ്റെ ലോകവീക്ഷണത്തെയും ജീവിത സങ്കല്പങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാനും അതിനെ സ്ഥാപിച്ചെടുക്കാനും ഭരണകൂടത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധി. ഈ രണ്ട് പ്രതിസന്ധികളാണ് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഇന്ന് വെല്ലുവിളിയായി കടന്നു വന്നിരിക്കുന്നത്. ഒന്ന്, മുതലാളിത്തം പ്രപഞ്ചത്തെയും മനുഷ്യനെയും ചൂഷണം ചെയ്തുകൊണ്ട് ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യത്നം സയൻസിൻ്റെ ബലത്തിൽ, സയൻസിൻ്റെ പിൻബലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ആധുനിക ലോകവീക്ഷണത്തിന് പകരം മധ്യകാല ജീവിത സങ്കല്പങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളുടെ ഇടപെടലാണ് മറ്റൊന്ന്. ഈ രണ്ട് കാര്യങ്ങളെ വളരെ വിശദമായി അവതരിപ്പിക്കാൻ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും സയൻസിൻ്റെ ഞാൻ സയൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രം എന്ന വാക്ക് നിർബന്ധപൂർവം ഉപയോഗിക്കാതിരിക്കുന്നതാണ്. കാരണം ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ശാസിക്കുന്നത് എന്നാണ്. ശാസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് അർത്ഥം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സയൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്നതാണ്, നിരന്തരം വിമർശനം നേരിടുന്നതും വിമർശിക്കുന്നതുമാണ് സയൻസ് എന്ന് നമുക്കറിയാം. ശാസ്ത്രം എന്നത് വിമർശനത്തിൻ്റെ വഴി അടയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് സയൻസ് എന്ന് തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസ് യൂറോപ്പിൽ വാസ്തവത്തിൽ ആവിർഭവിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ 17-18 നൂറ്റാണ്ടുകളിലാണ് നമുക്കറിയാം. നാം ഇന്ന് പറയുന്ന യുക്തിചിന്തയുടെയും അതുപോലെ പുരോഗതി തുടങ്ങിയ ആശയങ്ങളുടെയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങളുടെയും ഒക്കെ ആവിർഭാവം ഈ സയൻസിൻ്റെ യുഗത്തിലാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. യൂറോപ്പിലാണ് അതിൻ്റെ ജനനം. യൂറോപ്പിൽ പിറവിയെടുത്ത ഈ സയൻസ് ഇന്ത്യയിലേക്ക് കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് നാം വിളിക്കുന്ന ആധുനിക സയൻസ്, മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായി വന്ന ഒന്നല്ല, അത് യൂറോപ്പിൽ ഉണ്ടായി വന്ന ഒന്നാണ്. അത് ജ്ഞാനോദയത്തിൻ്റെയും വ്യവസായ വിപ്ലവത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തിൽ യൂറോപ്പിൽ ഉണ്ടായി വന്നതാണ്. അങ്ങനെ ഉണ്ടായി വന്ന സയൻസുമായി ഇന്ത്യൻ സമൂഹം ആദ്യമായി അഭിമുഖത്തിൽ വരുന്നത്, നേരിട്ട് ഇടപെടുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ്, ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കാലത്താണ്. നമുക്കറിയാം, നാം ഇന്ന് പരിചയമുള്ള തീവണ്ടി ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. കമ്പിത്തപാലും അച്ചടിയും ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യയുടെയും സയൻസിൻ്റെയും, ഇന്ന് നാം പറയുന്ന മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യം ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന യന്ത്ര സംവിധാനങ്ങളും ജീവിത വീക്ഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്. യൂറോപ്പിൽ സയൻസ് ഉണ്ടായപ്പോൾ നമുക്കറിയാം, ഗലീലിയോയെ പോലുള്ള ശാസ്ത്രജ്ഞർ, സയൻറ്റിസ്റ്റുകൾ, അവർ വാസ്തവത്തിൽ ടെലസ്കോപ്പ് വികസിപ്പിച്ചെടുക്കുകയും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് അവിടുത്തെ മതപൗരോഹിത്യവുമായി നേരിട്ട് ഇടയേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ബ്രൂണോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ യൂറോപ്പിൽ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഗലീലിയോ ആവട്ടെ, കോപ്പർനിക്കസ് ആവട്ടെ, അക്കാലത്തെ സയൻറ്റിസ്റ്റുകളെല്ലാം മതപൗരോഹിത്യത്തിൻ്റെ
പീഡനങ്ങൾക്ക് വിധേയരായ മനുഷ്യരാണ്, രക്തസാക്ഷികളായി തീർന്ന മനുഷ്യരുണ്ട്. അങ്ങനെ മതവും സയൻസും തമ്മിലുള്ള സംഘർഷം യൂറോപ്പിൻ്റെ ആധുനിക ചരിത്രത്തിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ കടന്നു വന്ന സയൻസ് ഈ തരത്തിലുള്ളൊരു സംഘർഷമല്ല വാസ്തവത്തിൽ സൃഷ്ടിച്ചത്. കൊളോണിയൽ സയൻസ് നമുക്ക് മുന്നിൽ അവതരിക്കുന്നത് തന്നെ അത്ഭുതമായും കൗതുകമായുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. 1889 മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ദുലേഖ എന്ന നോവലിൽ കേശവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി നടത്തുന്ന ഒരു സ്വകാര്യ സംഭാഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സംഭാഷണം വാസ്തവത്തിൽ ഇന്ദുലേഖയുടെ വിവാഹക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയതെങ്കിലും അത് പിന്നീട് കടന്നു പോകുന്നത് തീവണ്ടിയെക്കുറിച്ചും കമ്പിത്തപാലിനെക്കുറിച്ചും മണ്ണെണ്ണയെക്കുറിച്ചുമൊക്കെയാണ്. അതിൽ തീവണ്ടിയെക്കുറിച്ച് കേശവൻ നമ്പൂതിരി തൻ്റെ ഭാര്യയോട് പറയുന്ന ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. ശിവ ശിവ, നാരായണ നാരായണ, ഞാൻ എന്താണ് പറയേണ്ടത്? ഈ വെള്ളക്കാരുടെ കൗശലം അത്യത്ഭുതം തന്നെ. ലക്ഷ്മി, നീ കണ്ടാൽ വിസ്മയപ്പെട്ടു പോകും. എന്തൊരത്ഭുതം! ഈ നൂൽക്കമ്പനി എന്ന് ഇത്ര ഘോഷമായി കേൾക്കുന്നതെല്ലാം ഒരു ഇരുമ്പു ചക്രമാണ്. ആ ചക്രം ഈ നൂലൊക്കെയും ഉണ്ടാക്കുന്നു. ആ ചക്രത്തെ തിരിക്കുന്നത് പുകയാണ്. പുക, പുക, ശുദ്ധ പുക. എന്നാലോ പുക നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാവുന്നത് പോലെ കണ്ണിലും മറ്റും ലേശം ഉപദ്രവിക്കയില്ല. ആ കമ്പനിക്ക് ഒരു വലിയ വാല് മേലോട്ട് വെച്ചിരിക്കുന്നു, ഒരു കൊടിമരം പോലെ വലിയ വാല്. അത് പുക പോവാനാണെന്നാണ് പറയുന്നത്. എന്നാൽ എനിക്ക് സംശയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തോ ചില വിദ്യകളുണ്ട്. അത് മിടുക്കന്മാരായ വെള്ളക്കാർ പുറത്തു പറയുകയില്ല. അങ്ങനെ വല്ലതുമില്ലാതെ ഈ ഇരുമ്പ് കൊണ്ടുള്ള കമ്പിയും തൂശികളും പറഞ്ഞതുപോലെ കേൾക്കുമോ? എന്തോ ഒരു വിദ്യയുണ്ട്. അപ്പോൾ ഈ നൂൽക്കമ്പനി കണ്ടിട്ട് കേശവൻ നമ്പൂതിരിക്ക് തോന്നുന്നത് ആ കമ്പനിക്കകത്ത് യന്ത്രങ്ങളെ തിരിക്കുന്ന ഒരു മന്ത്രവാദം നടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ സയൻസ്, കൊളോണിയൽ സയൻസ് കേരളീയരുടെയും ഇന്ത്യക്കാരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അത്ഭുതമായും കൗതുകമായുമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സയൻസ് ഇന്ത്യയിൽ പിറക്കുന്നത് തന്നെ ഒരു നിഗൂഢതയായിക്കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാ നിഗൂഢതകളെയും പൊളിച്ചുകൊണ്ടാണ് യൂറോപ്പിൽ സയൻസ് കടന്നു വരുന്നതെങ്കിൽ ഇന്ത്യയിൽ സയൻസ് കടന്നു വരുന്നത് തന്നെ ഒരു നിഗൂഢതയായിട്ടാണ്. ഇതിന് കാരണം കൊളോണിയലിസം, ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സയൻസിനെയും സാങ്കേതികവിദ്യയെയും ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിലെ സയൻസിൻ്റെ ആവിർഭാവം തന്നെ ഇന്ത്യക്കാരെ അന്യവൽക്കരിച്ചുകൊണ്ടും ഇന്ത്യൻ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടും ഇന്ത്യക്കാരുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സങ്കേതം എന്ന നിലയ്ക്ക് ഒരു അന്യവൽകൃത ശക്തി എന്ന അർത്ഥത്തിലാണ് കൊളോണിയൽ ഇന്ത്യയിൽ സയൻസ് ആവിർഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ സയൻസിൻ്റെ ഉദ്ദേശം എന്താണ്? വെളിച്ചം, മിന്നൽ, ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിവാക്കും സയൻസിന് തൊഴുന്നു ഞാൻ എന്നാണ് സയൻസ് ദശകം എഴുതിയ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ അത്ഭുതങ്ങളെയും അനാവരണം ചെയ്യുന്ന, അത്ഭുതങ്ങൾ ഇല്ലാതാക്കുന്ന, എല്ലാ നിഗൂഢതകളും മായ്ച്ചു കളയുന്ന ഒന്നാണ് സയൻസ് എങ്കിൽ നമ്മുടെ നാട്ടിൽ സയൻസ് ആവിർഭവിക്കുന്നത് തന്നെ പലതും മൂടി വെച്ചുകൊണ്ടും നിഗൂഢമായിക്കൊണ്ടുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സാഹചര്യത്തിൽ കൊളോണിയൽ സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന സയൻസ് രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, സയൻസ് ഒരിക്കലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ലോകവീക്ഷണത്തിൽ നേരത്തെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജാതി ഉൾപ്പെടെയുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന മനുവാദത്തിൻ്റെതായ ലോകവീക്ഷണത്തെ തിരുത്താൻ കഴിയുന്ന ഒരു തിരുത്തൽ ശക്തിയായി കൊളോണിയൽ സയൻസ് മാറിയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം.
അതുകൊണ്ട് ഇന്ത്യക്കാരുടെ ലോകവീക്ഷണമായി സയൻസ് മാറാതിരുന്നു എന്നതാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി. മറ്റൊന്ന്, സയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജനതയെ ചൂഷണം ചെയ്യാനും ഈ രാജ്യത്തെ പാപ്പരീകരിക്കാനുമാണ് കൊളോണിയൽ ശക്തികൾ ശ്രമിച്ചത്. അതൊരു ചൂഷണോപാധിയായാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിന് ചെയ്യാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കടമകൾ, ഒന്ന് സയൻസിനെ മുൻനിർത്തിക്കൊണ്ട് നിലനിന്നിരുന്ന നിഗൂഢതയെ തകർക്കുക, അനാവരണം ചെയ്യുക എന്നതായിരുന്നു. മറ്റൊന്ന്, സയൻസിനെ ജനകീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയും സ്ഥിതിസമത്വമാർന്നൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയും സയൻസിനെ പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു നെഹ്റുവിയൻ ഗവൺമെൻറ്റിന് മുന്നിലുണ്ടായിരുന്ന 2ാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. അങ്ങനെ അതിനെയാണ് നെഹ്റു ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ശാസ്ത്രബോധം. ശാസ്ത്രബോധം എന്ന് പറയുന്നത് കേവലം ശാസ്ത്രമല്ല, സയൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വീക്ഷണമായി, ജീവിത വീക്ഷണമായി മാറണം എന്നതാണ്. അതേസമയം സയൻസിനെയും സാങ്കേതിക വിദ്യയെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുകയും വിഭവങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയിലേക്ക്, അങ്ങനെ സയൻസിൻ്റെ ഗുണഭോക്താക്കളായി മുഴുവൻ ജനതയും മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നതായിരുന്നു ദേശീയതാനന്തര സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ നമ്മുടെ ആദ്യകാല സയൻറ്റിസ്റ്റുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾക്ക് അറിയാവുന്നതുപോലെ മേഘനാഥ് സഹ, അതുപോലെ സാഹിബ് സിംഗ് സോഖി, സെയ്ദ് ഹുസൈൻ സഹീർ, ഇവരെല്ലാം ആദ്യകാലത്തെ ഇന്ത്യയിലെ നെഹ്റുവിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ച സയൻറ്റിസ്റ്റുകളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഞാൻ ഈ വായിച്ച 3 പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നതാണ്. മേഘനാഥ് സാഹയായാലും സാഹിബ് സിംഗ് സോഖി ആയാലും സെയ്ദ് ഹുസൈൻ സഹീർ ആയാലും ഈ പറഞ്ഞ ഇന്ത്യൻ സയൻസിനെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിനും സയൻസിൻ്റെ നേട്ടം ഇന്ത്യൻ ജനതയ്ക്ക് പൊതുവായി ലഭിക്കുന്നതിനു വേണ്ടിയും നെഹ്റുവിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന സയൻറ്റിസ്റ്റുകളാണ് ഇവരെല്ലാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1930 മേഘനാഥ് സാഹ തൻ്റെ സഹപ്രവർത്തകരായ സയൻറ്റിസ്റ്റുകളെ കൂട്ടി സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുകയും സോവിയറ്റ് യൂണിയനിലെ സയൻസിനെക്കുറിച്ചും അവിടുത്തെ വികസനത്തെക്കുറിച്ചും ആസൂത്രണത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം തിരിച്ചു വന്ന് സുഭാഷ് ചന്ദ്രബോസിനോട് എന്താണ് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സയൻസ് എങ്ങനെയാണ് സാമൂഹ്യ വികാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത് എന്നും സുഭാഷ് ചന്ദ്രബോസിനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസാണ് കോൺഗ്രസിനകത്ത് ആദ്യമായി സയൻസിനെ ദേശീയാസൂത്രണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന വാദം ഉന്നയിക്കുന്നത്. അതിൻ്റെ ഫലമായി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനകത്തൊരു പ്ലാനിംഗ് കമ്മിറ്റി രൂപപ്പെടുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസാണ് അതിന് നേതൃത്വം നൽകുന്നത്, നെഹ്റുവിനെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. പിന്നീട് ഈ കോൺഗ്രസിനകത്തുള്ള പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷനായി മാറുന്നത്. അങ്ങനെ വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ആസൂത്രണത്തിൽ സയൻസിനുള്ള പങ്ക് തിരിച്ചറിയുന്നതിൽ അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുന്നതിൽ ഈ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സയൻറ്റിസ്റ്റുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, കമ്മ്യൂണിസ്റ്റുകാർ എത്ര സീറ്റ് നേടി പാർലമെൻറ്റിലെത്തി, എത്ര സംസ്ഥാനം ഭരിക്കുന്നു, എത്ര ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നത് വാസ്തവത്തിൽ നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായിരിക്കും. എന്നാൽ ഇന്ത്യ എന്നൊരു രാജ്യത്തെ ഈ പറഞ്ഞ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി പലയിടങ്ങളിൽ പല കാലങ്ങളിൽ പ്രവർത്തിച്ച ഇടതുപക്ഷത്തിൻ്റെ പറയപ്പെടാത്ത എത്രയോ കഥകളിലൊന്നാണ് ഈ സയൻറ്റിസ്റ്റുകളുടെ കഥ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ പ്രബീർ പുർക്കായസ്ത എന്ന എഞ്ചിനീയറും പത്രപ്രവർത്തകനും, നിങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും, ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മോദി ഗവൺമെൻറ് അദ്ദേഹത്തെ തടങ്കലിലിടുകയും ചെയ്തതിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ സയൻസിൻ്റെ ഒരു ചരിത്രം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ലെഫ്റ്റ് ഇൻ ഇന്ത്യൻ സയൻസ് എന്നാണ്. ഇന്ത്യൻ സയൻസിൽ ഇടതുപക്ഷത്തിൻ്റെ പറയപ്പെടാതെ പോയ കഥ എന്ന് പറയുന്ന ആ ഭാഗത്താണ് അദ്ദേഹം ഈ സയൻറ്റിസ്റ്റുകളുടെ പേര് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് ഇന്ത്യയിലെ പേറ്റന്റ് നിയമം, മരുന്നുമായി ബന്ധപ്പെട്ട പേറ്റന്റ് നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു സയൻറ്റിസ്റ്റാണ് സാഹിബ് സിംഗ് സോഖി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇന്ത്യയിലെ മരുന്ന് നിർമ്മാണത്തിന് അടിത്തറയിട്ടത്. നിങ്ങൾക്കറിയാവുന്ന പോലെ 32 വയസ്സായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഈ വേദിയിൽ ഈ സദസ്സിലുള്ള ആളുകൾ എത്ര പേർ ജീവിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. 32 വയസ്സായിരുന്നു. ബ്രിട്ടീഷ് വൈദ്യരംഗത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പാണതിന് കാരണം. ആ മരുന്നുൽപാദനത്തിൻ്റെയും വൈദ്യരംഗത്തിൻ്റെയും അടിത്തറയിട്ട പേറ്റന്റ് നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ബന്ധപ്പെട്ട അടിസ്ഥാന ഗവേഷണത്തിനുള്ള സ്ഥാപനങ്ങൾ വേണം എന്ന് അദ്ദേഹം നെഹ്റുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ മരുന്നുൽപാദനത്തിനുള്ള കമ്പനികൾ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഈ പറഞ്ഞ അതിനാവശ്യമായ പേറ്റന്റ് നിയമങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നിയമങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടും ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും മരുന്ന് കമ്പനികൾ പൊതുമേഖലയിൽ ആരംഭിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ടത് എന്ന് നെഹ്റു ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റാണ് സാഹിബ് സിംഗ് സോഖി. അതുപോലെ PM ഭാർഗവ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്യുലാർ ബയോളജി എന്ന സെൻറ്റർ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനിതക മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ നടന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി ഇന്ത്യയിൽ ധാരാളം വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ ആരംഭിക്കുകയും ധാരാളം IIT-കൾ ഉൾപ്പെടെയുള്ള IISc ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും പഠന കേന്ദ്രങ്ങളും രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബലത്തിലാണ് നാം വാസ്തവത്തിൽ ഇന്ന് കാണുന്ന ഒരു ഇന്ത്യൻ സമൂഹമായി മാറിയത്. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾക്ക് വലിയൊരു പങ്കുണ്ട്. സയൻസിൻ്റെ നേട്ടങ്ങളെ ആസൂത്രണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പുനർവിഭാവനം ചെയ്ത ഇന്ത്യയിലെ നെഹ്റു ഉൾപ്പെടെയുള്ള ആദ്യകാല ഭരണകർത്താക്കൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. എന്നാൽ ഇതിനെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ന് പറയുന്ന നയങ്ങൾ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ നടപ്പാക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതോടുകൂടി ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മരുന്ന് കമ്പനികളാകട്ടെ, അതിനുവേണ്ടിയുള്ള ഗവേഷണ സ്ഥാപനങ്ങളാകട്ടെ, അത്തരം സ്ഥാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്ന ബാധ്യതയിൽ നിന്ന് ഗവൺമെൻറ് പുറകോട്ട് പോവുകയും അതെല്ലാം സ്വകാര്യ മുതലാളിത്തത്തിനും മൂലധന ശക്തികൾക്കും കൈമാറുകയും ചെയ്തതോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന 6 വാക്സിൻ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 5 അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അതാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അതായിരുന്നു. നമ്മെ ഒരു കാലത്ത് നമ്മെ എല്ലാം ഭയപ്പെടുത്തിയിരുന്ന വസൂരി എന്ന് പറയുന്ന രോഗത്തെ ഈ രാജ്യത്ത് നിന്ന് വാസ്തവത്തിൽ കെട്ടുകെട്ടിച്ചത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വാക്സിൻ വളരെ സൗജന്യ നിരക്കിൽ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്തുകൊണ്ടാണ് അത്തരം മഹാമാരികളിൽ നിന്ന് ഇന്ത്യ ഒരു കാലത്ത് രക്ഷപ്പെട്ടതെങ്കിൽ അത്തരം ഒരു സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ വാക്സിൻ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചതല്ല, അത് യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചത് ഇവിടെ പുനരുൽപ്പാദിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം അത്തരം ഗവേഷണങ്ങളൊന്നും ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നില്ല. ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കാൻ ആരംഭിച്ചതോടുകൂടി വൈദ്യശാസ്ത്ര മേഖലയിൽ വലിയ തിരിച്ചടിയാണ് ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, സയൻസിൻ്റെ മേഖലയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദേശീയതയുടെ സന്ദർഭത്തിൽ സയൻസും സാങ്കേതിക വിദ്യയും സ്വതന്ത്രമായാണ് വികസിച്ചതെങ്കിൽ ആഗോളവൽക്കരണം നടപ്പാക്കാൻ തുടങ്ങിയതോടുകൂടി സയൻസ് എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വാലിൽ കെട്ടിയ ഒരു അനുബന്ധമായി മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഇന്ന് നിങ്ങൾക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയിലാവട്ടെ, ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലാകട്ടെ,
അവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകരോട് പറയുന്നത് നിങ്ങൾ ഇൻഡസ്ട്രിയുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കണം എന്നാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട ഫണ്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ഈ രാജ്യത്ത് മുതലാളിമാരും മൂലധന ശക്തികളും നടത്തുന്ന കമ്പനികൾക്ക് ആവശ്യമായ ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളായി വാസ്തവത്തിൽ നാം ചുരുങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായ അന്വേഷണം നടക്കേണ്ട മേഖലയാണ്. സാങ്കേതിക വിദ്യ അതിൻ്റെ പിന്നാലെ വരേണ്ടതാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഗവേഷണം, സയൻസ് ഗവേഷണം എന്നത് സാങ്കേതിക വിദ്യയ്ക്ക് പിന്നാലെ പോകുന്ന ഈ പറഞ്ഞ കമ്പനികളും മൂലധന ശക്തികളും തീരുമാനിക്കുന്ന അജണ്ടകൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരായി മാറിയിരിക്കുന്നു എന്നതാണ് ആഗോളവൽക്കരണം നടപ്പാക്കിയതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്, അതായത് ദേശീയതയുടെ കാലത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം രൂപീകരിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി ആസൂത്രണത്തിൽ സയൻസിന് പങ്കാളിത്തം നൽകുകയും വിദ്യാഭ്യാസത്തിൽ സയൻസിനും സാങ്കേതിക വിദ്യയ്ക്കും തക്കതായ സ്ഥാനം നൽകുകയൊക്കെ ചെയ്തിരുന്ന ഒരു നയത്തിൽ നിന്ന് മാറി ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയതോടുകൂടി 90-കൾക്ക് ശേഷം ഇന്ത്യയിലെ സയൻസ് ഗവേഷണവും അതുപോലെ തന്നെ അത് ആസൂത്രണത്തിലുള്ളതിൻ്റെ പങ്കാളിത്തവും ഇന്ന് ബഹുദൂരം പിന്നോട്ടടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനി അവസാനമായിട്ട് പറയുന്നത്, തീർച്ചയായും ഈ ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിൽ വന്നതോടുകൂടി സയൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആധുനിക യൂറോപ്പിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ സയൻസൊക്കെ എത്രയോ കാലം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ ഒരു വാദം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൈത്തഗോറസിൻ്റെ സിദ്ധാന്തം എത്രയോ മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയുന്ന ലിബിനീസും മറ്റും കണ്ടെത്തിയതെന്ന് കരുതുന്ന ഈ അനന്തശ്രേണി എന്ന് പറയുന്നത് മലയാളിയായ ജ്യേഷ്ഠദേവൻ യുക്തിഭാഷയിൽ 15-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ജ്യേഷ്ഠദേവനും അല്ലെങ്കിൽ ആര്യഭടനും ഒക്കെ കണ്ടെത്തിയ പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് യൂറോപ്പിനെ പോലെ ഒരു ശക്തിയായി മാറാൻ കഴിയാതിരുന്നത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, അതിൻ്റെ ഉത്തരം ഇന്ത്യയിലെ വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. ഇന്ത്യയിലെ എല്ലാ അറിവും ഈ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഓരോ അറിവും വികസിക്കുന്നത് ആ അറിവ് ജനസമൂഹത്തിൽ വിനിമയം ചെയ്യുമ്പോഴാണ്. വിനിമയം ചെയ്യാത്ത അറിവ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അത് നശിച്ചു പോകും എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യയിൽ പല അറിവുകളും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്ന അറിവിന് എന്തുകൊണ്ടാണ് മനുഷ്യജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ശക്തിയായി വളരാൻ കഴിയാതെ പോയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജന്മിത്വവുമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് എല്ലാ ജാതി സമൂഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള വൈദ്യസമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാ ആദിവാസികൾ തുടങ്ങി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജാതികൾക്കിടയിലും വൈദ്യസമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കിടയിലും കളരിയും കളരി വൈദ്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യർ അവരുടെ അറിവ് മറ്റൊരാൾക്കും പകർന്നു കൊടുക്കാറില്ല. മറ്റൊരാൾക്കും പകർന്നു കൊടുക്കാറില്ലെന്ന് മാത്രമല്ല, തൻ്റെ അറിവ് തൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ല. അതിലെ മൂത്ത പുത്രന് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, പെൺകുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ മനുവാദം നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അറിവ് ഒഴുകാത്ത ഒന്നായി, കെട്ടിക്കിടക്കുന്ന ഒന്നായി തീരുകയും അത് നശിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരം അറിവുകൾ അറബികളിലൂടെയും മറ്റ് കച്ചവടക്കാരിലൂടെയും യൂറോപ്പിലെത്തിയതോടുകൂടി യൂറോപ്യന്മാരതിനെ വികസിപ്പിക്കുകയും അതിനെ ഒരു ശക്തിയാക്കി മാറ്റുകയും അതിനെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുകയും അതിലൂടെ ലോകം തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ശക്തികളായി മാറുകയും ചെയ്തു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തെ അറിവിനെ വികലമാക്കിയത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ്. കാരണം ഇന്ത്യയിലെ സാങ്കേതിക വിദ്യ മുഴുവൻ വാസ്തവത്തിൽ കുലത്തൊഴിലുകളായിട്ടാണ് നിലനിന്നിരുന്നത് എന്നതാണ് പ്രധാനം. കുലത്തൊഴിലുകളാണ്
സയൻസിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും നാശത്തിന് കാരണമായി തീർന്നത് എന്ന് അംബേദ്കർ മനസ്സിലാക്കിയിരുന്നു. അംബേദ്കർ വാസ്തവത്തിൽ 1948 അന്ന് അദ്ദേഹം നിയമമന്ത്രിയായിരുന്നു. വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും അന്ന് അംബേദ്കറാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ഇലക്ട്രിസിറ്റി ബില്ല് അവതരിപ്പിക്കാൻ അംബേദ്കറെ പ്രേരിപ്പിച്ച ഒരു കാര്യം, വൈദ്യുതി വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വൈദ്യുതി ഉണ്ടായാൽ മാത്രമേ വ്യവസായങ്ങൾ വരികയുള്ളൂ. വ്യവസായങ്ങൾ വന്നാലേ കുലത്തൊഴിലുകൾ ഇല്ലാതായി തീരൂ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചത്. നാരായണ ഗുരു ഒരു സന്യാസിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. സന്യാസിയായ നാരായണ ഗുരു എന്തിനാണ് ഫാക്ടറി തുടങ്ങണമെന്ന് ചോദിച്ചാൽ, ഫാക്ടറി എന്നത് ഒരു പുതിയ തൊഴിൽ വ്യവസ്ഥയാണ്. ആ തൊഴിൽ വ്യവസ്ഥയ്ക്കകത്ത് ജാതിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനം. നിങ്ങൾ സ്കില്ലുള്ള ഒരു ലേബറർ ആണെങ്കിൽ, നിങ്ങൾ നൈപുണ്യമുള്ള ഒരു തൊഴിലാളിയാണെങ്കിൽ തീർച്ചയായും ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഒരാൾ ബ്രാഹ്മണനാണ്, ഒരാൾ ഈഴവനാണ് എന്നത് ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടുപോകുന്ന മുതലാളിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഫാക്ടറി എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതോടുകൂടി കുലത്തൊഴിലുകൾ ഇല്ലാതായിത്തീരും. കുലത്തൊഴിലുകൾ ഇല്ലാതായിത്തീരുക എന്നത് ജാതി ഇല്ലാതായിത്തീരുന്നതിൽ പ്രധാനമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ട്. കറണ്ട് നമ്മുടെ രാജ്യത്തൊക്കെ എത്തണം, എന്നാലേ വ്യവസായങ്ങൾ ഉണ്ടാവൂ. വ്യവസായം എന്നത് ജാതിയെ ഇല്ലാതാക്കാനുള്ളൊരു ഏർപ്പാടാണ്. ഈ ഇന്ദുലേഖയിൽ പറഞ്ഞതുപോലെ സരസ്വതി വിജയം എന്ന നോവലിൽ കുബേരൻ നമ്പൂതിരി എന്ന് പറയുന്ന ആ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തൻ്റെ കാര്യസ്ഥനോടൊപ്പം നടന്നു പോകുമ്പോൾ ഒരു കമ്പനി വിട്ട് കുറേ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്പൂതിരി കാര്യസ്ഥനോട് ചോദിക്കുന്നത്, എടോ ഇതെന്താ കുറേ എണ്ണം പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവറ്റെയൊക്കെ കമ്പനി വിട്ടു പോവുകയാണ് തിരുമേനി എന്ന് പറയും. ഇവറ്റെയൊക്കെ ഏതാ ജാതി? പല ജാതികളുമുണ്ട് തിരുമേനി എന്ന് പറയുന്നുണ്ട്. കമ്പനി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൽ പല ജാതികളുണ്ട് എന്നത് വർണ്ണാശ്രമത്തെ ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ വഴികളിലൊന്നാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആധുനിക സയൻസാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞ ആയുർവേദത്തിനകത്ത് ആധുനികമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അതിനൊരു ആധുനിക ശാസ്ത്രമായി വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളാണ് P. ശങ്കുണ്ണി വാര്യർ എന്ന് നമുക്കറിയാം. അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു കുലത്തൊഴിൽ പോലെ ഈ വൈദ്യം കൊണ്ടു നടന്നുകൊണ്ട് കാര്യമില്ല, ആധുനിക കാലത്ത് ആധുനിക രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ വർഗീസ് ഡോക്ടറുടെ അടുത്ത് പോയി അദ്ദേഹം ആധുനിക വൈദ്യം പഠിക്കുകയും താൻ പഠിച്ച കുലത്തൊഴിലായി പഠിച്ച വൈദ്യത്തെ ആധുനിക രീതിയിൽ വികസിപ്പിക്കുകയും കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്ക് അടിത്തറയിടുകയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് മലബാർ കലാപമൊക്കെ നടന്ന സമയത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിയതും അദ്ദേഹമായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് സയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യബോധവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ നിരവധിയായ വൈദ്യസംസ്കാരങ്ങൾ തകർന്നു പോയപ്പോഴും കോട്ടക്കൽ വാര്യന്മാരുടെ വൈദ്യസംസ്കാരം തകരാതെ പോയത് എന്ന് ചോദിച്ചാൽ, അവരതിനെ ആധുനികതയുമായി, ഈ പറയുന്ന ആധുനിക സയൻസുമായി അതിനെ ബന്ധിപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ അറിവ് ആധുനികവൽക്കരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികമായ ഒരു ശക്തിയാക്കി അതിനെ മാറ്റാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ത്യൻ സയൻസിനെ നമുക്ക് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചാണകത്തിൽ എന്തൊക്കെയുണ്ട്, മൂത്രത്തിൽ എന്തൊക്കെയുണ്ട്, ചാണകത്തിലും മൂത്രത്തിലുമാണ് ഇനി ഗവേഷണം തുടങ്ങേണ്ടത് എന്നും, അങ്ങനെ കൗ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ എത്രയോ സർവകലാശാലകളിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത് കൗ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങുകയും വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ, ഇന്ത്യൻ ജ്ഞാന വ്യവസ്ഥ എന്ന പേരിൽ വലിയ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊളോണിയൽ കാലഘട്ടത്തിൽ സയൻസ് എങ്ങനെയാണോ നിഗൂഢമായത്, അതേപോലെ ഫാസിസ്റ്റുകളുടെ കാലത്ത് സയൻസിനെ നിഗൂഢവൽക്കരിക്കാനുള്ള ശ്രമമാണ്
സർവകലാശാലകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സയൻസിനെ അപഗൂഢവൽക്കരിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ മിസ്റ്റിസിസത്തെയും പൊളിച്ചു കളയുകയും അത് നേരത്തെ വെളിച്ചം, മിന്നൽ, ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിനു തൊഴുന്നു ഞാൻ. അങ്ങനെ എല്ലാ അത്ഭുതങ്ങളെയും നീക്കിക്കളയുന്നതാണ് സയൻസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാസ്തവത്തിൽ സയൻസിനെ നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യ ഘട്ടത്തിലെ ആദർശം തന്നെയാണ് വാസ്തവത്തിൽ നമുക്ക് പിന്തുടരാനുള്ളത്. അത്തരമൊരു ആദർശം വികസിപ്പിച്ചെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഇടതുപക്ഷ സഹയാത്രികരായ നിരവധി സയൻറ്റിസ്റ്റുകൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.